നമസ്കാരം. കേരളത്തിലെ സാഹിത്യ കലാകാരന്മാരെന്ന് പറയുന്നത് സാംസ്കാരിക പ്രവർത്തകരും സാഹിത്യകാരന്മാരും കലാകാരന്മാരും അതിൽ സിനിമാക്കാരും ഉൾപ്പെടും. സംവിധായകരാകട്ടെ, നടന്മാരാകട്ടെ, സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവരാകട്ടെ, ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അനുഭാവം കാണിക്കുന്നതോ അല്ലെങ്കിൽ ആ പാർട്ടിയിലേക്ക് ചായുന്നതോ ഏതാണ്ട് അവർക്ക് പീഡനങ്ങൾ നടത്താനുള്ള ഒരു പ്രത്യേക ലൈസൻസ് ഈ പാർട്ടി അനുവദിക്കുന്നത് കൊണ്ടാണോ എന്നുള്ളൊരു സംശയം ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ സംവിധായകനായ PT കുഞ്ഞുമുഹമ്മദ്, അദ്ദേഹത്തിനെതിരെ ഒരു പീഡനാരോപണം ഉയർന്നു. അത് സംബന്ധിച്ച് അതിജീവിത അല്ല എന്ന് ആ വ്യക്തി പറഞ്ഞുവെങ്കിൽ പോലും നമ്മൾ അവരുടെ പേര് പരാമർശിക്കാതെ തന്നെ പറയട്ടെ, ആ വ്യക്തി പരാതി നൽകിയിട്ട് പോലും FIR രജിസ്റ്റർ ചെയ്യുന്നതിൽ പോലീസ് ഒരു കാലവിളംബം വരുത്തി തുടങ്ങിയ നിരവധി പരാതികൾ ഇത് സംബന്ധിച്ച് ഉയർന്നിരുന്നു. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായതുകൊണ്ടാണോ അത്തരത്തിലൊരു നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ന്യായമായി സംശയിക്കാം. പക്ഷേ ഒരു സംഭവം മാത്രം വെച്ച് നമ്മളങ്ങനെ സംശയിക്കുന്നത് ഉചിതമല്ല. കാരണം നിയമപാലകർക്ക് നേരെ അത്തരത്തിലൊരു സംശയത്തിൻ്റെ ചൂണ്ടുവിരൽ നീട്ടുന്നത് ഒറ്റപ്പെട്ട ഒരു സംഭവത്തിൻ്റെ പേരിൽ മാത്രം അങ്ങനെ ചെയ്യുന്നത് ഉചിതമായൊരു കാര്യമല്ല. പക്ഷേ ഒറ്റപ്പെട്ട ഒരു സംഭവമാണോ ഇത്? ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഇതിനു മുൻപ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായ സിനിമാ സംവിധായകൻ കമലിനെതിരെ ഇത്തരമൊരു ആരോപണം ഉയർന്നിരുന്നു. ആ സംഭവത്തിൻ്റെ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടു. പെൺകുട്ടി പരാതി നൽകിയിരുന്നു. FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും അവസാനം നമുക്ക് അറിയുവാൻ കഴിഞ്ഞ വിവരം. അതിനുശേഷം എന്താണ് അതിലെ പുരോഗതി എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും ലഭ്യമല്ല. നിയമപാലകരുടെ വശത്തു നിന്ന്, പോലീസിൻ്റെ വശത്തു നിന്നുള്ള കാര്യമാണ് ഈ പറയുന്നത്. മറിച്ച് ഈ കേസിനെക്കുറിച്ച് ഒരു മാധ്യമപ്രവർത്തകൻ ശ്രീ കമലിനോട് അന്വേഷിച്ചപ്പോൾ വളരെ നിസ്സാരമായി, അതായത് ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല, ഇതൊക്കെ ഞാൻ കൈകാര്യം ചെയ്യുമെന്നുള്ള തരത്തിൽ തന്നെ, ആ ഒരു മനോഭാവത്തിൽ തന്നെ അതെല്ലാം ഞാൻ എന്നെ ഒതുക്കി തീർത്തതാണ് എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. വളരെ നിസ്സാരവൽക്കരിച്ച് ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല, ഇതുകൊണ്ടൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല, കാരണം ഞാൻ പീഡിപ്പിക്കും അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്നുള്ള പരാതി വന്നാലും എന്നെ ആരും ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു ധാർഷ്ട്യത്തോടു കൂടിയുള്ള ഒരു അലസഭാവം, അല്ലെങ്കിൽ ധാർഷ്ട്യത്തിൽ നിന്നുള്ള ഒരു അലസഭാവം എന്ന് വേണമെങ്കിൽ പറയാം. അതിലാണ് കമൽ മറുപടി നൽകിയത്. ഇനി മറ്റ് കാര്യങ്ങളിലെടുത്താൽ, സാംസ്കാരിക നായകന്മാരിൽ തന്നെ MLA ആയിരിക്കുന്ന വ്യക്തിക്കെതിരെ ആരോപണം വന്നിട്ടുണ്ട്. അതിന് നേരെ എടുത്ത നടപടികൾ എന്താണെന്ന് നാം കണ്ടതാണ്. ഒരു അറസ്റ്റ് പോലും, മറ്റുള്ളവരെ, അത് രാഹുൽ മാങ്കൂട്ടമായിക്കോട്ടെ, ഇവരെ ഒന്നും ന്യായീകരിക്കുകയല്ല, ഇവരെല്ലാം അകത്തു പോകേണ്ട ആളുകൾ തന്നെയാണെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയും ദിവസം അകത്തിടാൻ കാണിച്ചതിൻ്റെ ഒരു 10-1 അംശം ഒരു ത്വര അല്ലെങ്കിൽ ആവേശം മുകേഷിൻ്റെ കാര്യത്തിൽ കാട്ടിയിട്ടില്ല. ഇനി പീഡനങ്ങളുടെ കാര്യത്തിൽ സാംസ്കാരിക നായകന്മാരിൽ നിന്ന് ഒരു നിമിഷം ശ്രദ്ധ തിരിച്ച് 916 സഖാക്കളിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്നാൽ, PK ശശി ആവട്ടെ, ഗോപി കോട്ടമുറിക്കലാവട്ടെ, എന്തിന് ജാതി പറഞ്ഞ് ആക്ഷേപിച്ച ഒരു സഹപ്രവർത്തകയോട് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനിയോട് തന്തയില്ലാത്ത കുഞ്ഞിനെ ഉണ്ടാക്കി തരും ജാതി പറഞ്ഞുള്ളൊരു അധിക്ഷേപവും നടത്തിയ കുട്ടി സഖാക്കൾ ഉൾപ്പെടെ നിരവധി സഖാക്കളുടെ ഒരു കൂട്ടമാണിപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. അവർക്കെല്ലാം തന്നെ ഇത്തരത്തിലുള്ളൊരു സംരക്ഷണം, ഒരു ലൈസൻസ്, പീഡനം നിങ്ങൾ നടത്തിക്കുള്ളൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവിയാണെങ്കിൽ അല്ലെങ്കിൽ പാർട്ടിയിലെ അംഗമാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു സംരക്ഷണം തരും ഞങ്ങൾ, അല്ലെങ്കിൽ ഒരു ലൈസൻസ് ഞങ്ങൾ അങ്ങോട്ട് തരും എന്നുള്ളൊരു വാഗ്ദാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രഹസ്യമായി നടത്തുന്നുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിയമപാലകർ ഉൾപ്പെടെയുള്ളവർ സംശയത്തിൻ്റെ നിഴലിൽ ആകുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ലാതെ ഇത്തരം സംഭവങ്ങൾ നിരന്തരം ഒരു പാർട്ടിയെ സംബന്ധിച്ച് മാത്രം നടക്കുമ്പോഴാണ്. ആ പാർട്ടി ഭരണത്തിലിരിക്കുകയും കൂടിയാണെങ്കിൽ പറയുകയും വേണ്ട. അത്തരത്തിലൊരു സാഹചര്യമാണ് നിലവിൽ കേരളത്തിൽ ഉള്ളത് എന്നത് ദൗർഭാഗ്യകരമാണ്, പക്ഷേ സത്യമാണ്. ഇനി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവം എന്നുള്ളൊരു തണൽ മാത്രമല്ല ചിലരുടെ കാര്യത്തിൽ, ഇപ്പോൾ PT കുഞ്ഞുമുഹമ്മദ് ആകട്ടെ, കമലാകട്ടെ, മതത്തിൻ്റെ ഒരു സംരക്ഷണം കൂടി ഇവർക്ക് അധികമായി ലഭിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയവും ഉയർന്നേക്കാം, അല്ലെങ്കിൽ ഉയരണം. അതിനും കാരണമുണ്ട്. PT കുഞ്ഞുമുഹമ്മദിൻ്റെ കാര്യം ഒറ്റപ്പെട്ട സംഭവമായി തൽക്കാലം നിൽക്കട്ടെ. മുൻപ് നടന്ന ഒരു കാര്യം നമ്മൾ പരീക്ഷിക്കുന്നത് വരെ. ശ്രീ ശാന്തിവിള ദിനേശ് എല്ലാവർക്കും സുപരിചിതനാണ്. അദ്ദേഹം ഒരു സിനിമാ സംവിധായകനാണ്. സഹസംവിധായകനായി നിരവധി സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, ആദ്യ പിണറായി വിജയൻ സർക്കാരിൻ്റെ സാംസ്കാരിക ക്ഷേമനിധി ബോർഡിലെ ഡയറക്ടറുമായിരുന്നു അദ്ദേഹം.
അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതായത് ഈ കമൽ എന്ന സംവിധായകൻ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളും അക്കാദമിക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അക്കാദമിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളും കാരണം അക്കാദമി സെക്രട്ടറി ആയിരുന്ന മഹേഷ് പഞ്ചു പരാതി പറഞ്ഞപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണോ അതോ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടാണോ എന്നുള്ള സംശയം ശാന്തിവിള ദിനേശനും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും പ്രകടിപ്പിക്കുന്നു. ഇവരിൽ ആരോ ഒരാൾ, കമൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളാണ്, അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം, വേണമെങ്കിൽ മഹേഷ് പഞ്ചു പുറത്തു പോയിക്കൊള്ളൂ എന്നുള്ള തരത്തിലുള്ള മറുപടി നൽകി എന്ന് പറഞ്ഞത് ശാന്തിവിള ദിനേശാണ്. അദ്ദേഹം ഈ പറഞ്ഞ വിശേഷണങ്ങൾക്കപ്പുറം സ്വയം പ്രഖ്യാപിത നല്ല കമ്മ്യൂണിസ്റ്റും കൂടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 17-ാം വയസ്സ് മുതൽ തനിക്ക് അംഗത്വം ഉണ്ടായിരുന്നു, അടുത്ത കാലത്ത് നഷ്ടപ്പെട്ടു എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ആളാണ് അദ്ദേഹം. ഞാൻ ഉണ്ടാക്കി പറഞ്ഞ കാര്യമല്ലത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു മതത്തിൻ്റെ സംരക്ഷണം, ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളായാൽ പീഡനങ്ങൾ നടത്തിയാൽ പോലും നിങ്ങൾക്ക് നിയമത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കുമെന്നുള്ളൊരു വാഗ്ദാനം നിലവിലുണ്ടോ കേരളത്തിൽ? അതിൻ്റെ ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവി കൂടി ആയിക്കഴിഞ്ഞാൽ ഇരട്ടി സംരക്ഷണം ലഭിക്കും എന്നുള്ളൊരു സാഹചര്യമാണോ നിയമം നടപ്പാക്കുന്നതിൽ കേരളത്തിൽ നിലവിലുള്ളത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. PT കുഞ്ഞു മുഹമ്മദ് അതിൻ്റെ അവസാനത്തെ അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഉദാഹരണം മാത്രമാണോ എന്നുള്ളതും ഒരു സംശയമായി ഉയർന്നിരിക്കുന്നു. ഗുരുതരമായൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം സഖാക്കൾക്ക് എന്തും ചെയ്യാം, എന്ത് ചെയ്താലും നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് അവർക്ക് സംരക്ഷണം ലഭിക്കുമെന്നുള്ളൊരവസ്ഥ കേരളത്തിൽ സംജാതമായിട്ടുണ്ടെങ്കിൽ അത് സൂക്ഷിക്കേണ്ട ഒരവസ്ഥയാണ്. ആരാണ് സൂക്ഷിക്കേണ്ടത്? പൊതുജനങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. ഞാനും നിങ്ങളുമാണ് സൂക്ഷിക്കേണ്ടത്. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.